ഞാൻ വന്നിരിക്കുന്നത് മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു മീൻകറിയാണ്. അപ്പോൾ അത് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. മീൻകറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴതിലേക്ക് 5 വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുക്കാം. ഇനിയും വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ്, അതും കൂടി ചേർക്കാം. ഇനി 10-12 ചുവന്നുള്ളിയുടെ അല്ലി അരിഞ്ഞത്, ഇനി 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി ഞാൻ 2.5 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ, ടോട്ടൽ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫാക്കാം. എന്നിട്ട് ഒരു മിക്സറുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മീൻ തയ്യാറാക്കാനായിട്ടുള്ള ചട്ടിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ്. കുടംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. ഇത് മുറിച്ചിട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ മീൻകറി ഇവിടെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫാക്കാം. എന്നിട്ട് ഇത് അടച്ച് വയ്ക്കാം. കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും ഇതൊന്ന് അടച്ച് വയ്ക്കണേ. അപ്പോൾ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീൻകറി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.